കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി കേന്ദ്ര സർക്കാർ തൊഴിൽ നിഷേധം തുടരുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ യൂത്ത് മാർച്ച് നടത്തി. തൃക്കരിപ്പൂർ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരിച്ചേരിയിൽ നിന്ന് തങ്കയം ചെറുകാനത്തേക്കാണ് യുവതിയുവാക്കൾ മാർച്ച് നടത്തിയത്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കോ കാര്യമായ നിയമനം നടക്കുന്നില്ലെന്നും റെയിൽവേ ഉൾപ്പെടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. യുവജനങ്ങളുടെ ഏറ്റവും മൗലികമായ തൊഴിലവകാശത്തെ ഒട്ടും പരിഗണിക്കാതെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനായി കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന നയവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും യുവജന പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടി. ഡിവൈഎഫ്ഐ 2500 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് നടത്തിയത്. ബീരിച്ചേരിയിൽ നിന്ന് തങ്കയം ചെറുകാനത്തേക്ക് നടത്തിയ മാർച്ച് SFI തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി കാർത്തിക് രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രാഹുൽ IT ലീഡറും പ്രസിഡന്റ് MK നിഖിൽ മാനേജറും ജോയിന്റ് സെക്രട്ടറി ഷീജ പവിത്രൻ വൈസ് ക്യാപ്റ്റനുമായിരുന്നു. ടൗൺ ചുറ്റി തങ്കയം ചെറുകാനത്ത് നടന്ന യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം SFI ജില്ലാ സെക്രട്ടറി K അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. കച്ചവടത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ ഓഹരികളൊക്കെ തന്നെ വിറ്റടിച്ച് സ്വകാര്യ മേഖലയിലേക്ക് തീരെ കൊടുക്കുന്ന സമീപനത്തിനാണ് നമ്മളൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു PSC ക്വസ്റ്റ്യൻ ഉണ്ട്, ലോകത്തെ ഏറ്റവും പേർക്ക് ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? അതിന്റെ ഉത്തരം ഇന്ത്യൻ റെയിൽവേ എന്നായിരുന്നു. എന്നാൽ ഇന്ത്യൻ റെയിൽവേക്കകത്ത് ലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. സ്ഥിര നിയമനം നൽകാതെ കേവലം താൽക്കാലിക നിയമനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേയെ കൊല്ലാക്കൊല ചെയ്യുന്ന സാഹചര്യത്തിനാണ് നമ്മളൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഉത്തർപ്രദേശിലെ ബാലസോറിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രെയിൻ അപകടമുണ്ട്. ഒരേ പാളത്തിലൂടെ ദിശ മാറി സഞ്ചരിച്ച 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 233 മനുഷ്യരാണ് അന്ന് ആ ട്രാക്കിനകത്ത് കൊല്ലപ്പെട്ടത്. എന്തായിരുന്നു അതിന്റെ അപകട കാരണം? 12 മണിക്കൂറിലധികമായിരുന്നു ആ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റുമാർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോക്കോ പൈലറ്റ് ഉൾപ്പെടെയുള്ള ട്രെയിനിലെ തസ്തികകളിലൊന്നും നിയമനം നടത്താതിരിക്കുകയും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാർക്ക് അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് സജിത അജേഷ് അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സിദ്ധുലാൽ IT, PV വിഷ്ണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.